വർഗീയ പരാമർശം നടത്തിയ സജി ചെറിയാൻ കാസർഗോഡിനെ അപമാനിച്ചതായി എന്നെ നെല്ലിക്കുന്ന് MLA. പ്രതികരണം സംസ്കാരശൂന്യം. മന്ത്രിസ്ഥാനത്ത് നിന്ന് സജി ചെറിയാനെ നീക്കം ചെയ്യണമെന്നും നെല്ലിക്കുന്ന്. തെരഞ്ഞെടുപ്പിന് വിജയിച്ചവരുടെ പേരുകൾ പരിശോധിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കാസർകോട്ടെ ജനങ്ങൾ മതം നോക്കിയല്ല വോട്ട് ചെയ്യുന്നതെന്നും തൊഗാഡിയുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും നാവ് കടമെടുത്താണ് സജി ചെറിയാൻ പ്രതികരിക്കുന്നതെന്നും നെല്ലിക്കുന്ന് കുറ്റപ്പെടുത്തി. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. തൊഗാഡിയ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നത്. അപ്പോൾ ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ തൊഗാഡിയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നാവ് ശ്രീ സജി ചെറിയാൻ കടമെടുത്തിരിക്കുന്നു എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാസർഗോഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നിരവധി മതങ്ങൾ ജാതികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾ പല ജാതിക്കാരുണ്ട്, പല മതവിശ്വാസികളുണ്ട്, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അവർ ജനപ്രതിനിധിയാകുമ്പോൾ അവർ മതത്തിൻ്റെ പേരിലുള്ള വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അവർ ജാതിയുടെ പേരിലുള്ള വോട്ട് അഭ്യർത്ഥിക്കും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ശ്രീ സജി ചെറിയാൻ്റെ പാർട്ടിയിൽ മുസ്ലിങ്ങളില്ലേ, ശ്രീ സജി ചെറിയാൻ്റെ പാർട്ടിയിൽ ക്രിസ്ത്യാനികളില്ലേ? അപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ പാർട്ടിയിൽ ചില പഞ്ചായത്തുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുകൾ മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ദുർവ്യാഖ്യാനം നമുക്കതിന് നൽകാൻ പറ്റും. അപ്പോൾ ശ്രീ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഒരു സംസ്കാര ശൂന്യമായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ നിന്നുണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാസർഗോഡ് ജില്ലയെയും കാസർഗോട്ടെ ജനങ്ങളെയും കാസർഗോഡിൻ്റെ മതേതരത്വത്തെയും ആണ് ശ്രീ സജി ചെറിയാൻ അപമാനിച്ചിട്ടുള്ളത്. ഈ ഒരു എന്താണ് അദ്ദേഹം പറഞ്ഞത്? കാസർഗോട്ടെ മുനിസിപ്പാലിറ്റിയിലെ അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലെ കാസർഗോട്ടെ MLA-മാരുടെ പേരെടുത്ത് നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം പച്ചയായി പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിശ്വാസികൾ ജനപ്രതിനിധികളായി തീരുന്നുണ്ട് എന്നാണ്. അത് പാടില്ല എന്നാണോ ശ്രീ സജിയാൻ പറയുന്നത്? ഒരു മുസ്ലിമായ എനിക്ക് ഒരു ജനപ്രതിനിധിയായുള്ള അവകാശം അർഹതയില്ല. ഞാൻ ജനപ്രതിനിധിയായ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ജനപ്രതിനിധിയായ അതിൻ്റെ അർത്ഥം നമ്മുടെ മതേതരത്വം. ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ കാസർഗോഡിൻ്റെ ബഹുസ്വരത ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ ഇതുവരെ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളൂ. എല്ലാ ജനപ്രതിനിധിയുടെ ഭാഗത്ത് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവന കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഈ മതേതരത്വവും സൗഹാർദ്ദവും തകർക്കാനുള്ള ഒരു പ്രസ്താവനയാണ് സജി ചെറിയാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആദർശമില്ല. പലരുടെയും ഭാഗത്ത് നിന്ന് നമ്മുടെ കേരളം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവന. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അബുദാബിയിൽ വാഹനാപകടത്തിൽ 5 കുട്ടികളടക്കം മരണപ്പെട്ടു. ആ സമയത്ത് സൗദിയിൽ നിന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകളെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൺലൈനിൽ സൗദിയിൽ താമസിക്കുന്ന കേരളീയനായ ഒരാളായി വന്നു. എത്രമാത്രം നമ്മൾ ഞെട്ടി. അദ്ദേഹത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സജി ചെറിയാൻ്റെ പ്രസ്താവന ഉണ്ടായിട്ടുള്ളതെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാൻ. സജി ചെറിയാന് മതേതര കേരളത്തിൽ ഒരു മന്ത്രിയാകാനും ജനപ്രതിനിധിയാകാനുള്ള യോഗ്യത അർഹത ശ്രീ സജി ചെറിയാൻ.